T20 ലോകകപ്പിന് മുമ്പ് ഇന്ത്യ കളിക്കുന്ന അവസാന T20 പരമ്പര എന്ന നിലയ്ക്ക് അഫ്ഗാൻ പരമ്പരയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ടായിരുന്നു. എന്തായാലും സമ്പൂർണ്ണ ജയത്തോടെ കരുത്തു കാട്ടാൻ ഇന്ത്യക്ക് സാധിച്ചു. മൂന്നാം മത്സരത്തിൽ രോഹിത് ശർമ്മയുടെ തകർപ്പൻ സെഞ്ചുറിയാണ് ഇന്ത്യക്ക് കരുത്തായത് എന്ന് നമ്മൾ കണ്ടതാണ്. 121 റൺസോടെ പുറത്താവാതെ നിന്ന രോഹിത് സൂപ്പർ ഓവറിൽ 13-11 എന്നിങ്ങനെയും റൺസ് നേടുകയുണ്ടായി. എന്നാൽ ആദ്യത്തെ 2 മത്സരങ്ങളിലും രോഹിത് ശർമ്മ ഡക്കായിരുന്നു. ആ സമയത്തും അദ്ദേഹം ഇന്റൻഷൻ പ്രകടമാക്കിയിരുന്നു. മത്സരശേഷം ഈ ഇന്റൻഷനെ കുറിച്ച് പറഞ്ഞതുപോലെ രോഹിത്തിന്റെ സഹതാരങ്ങൾക്കുള്ള കഴിഞ്ഞ ദിവസത്തെ ഉപദേശവും ശ്രദ്ധേയമായി. വിക്കറ്റ് നഷ്ടമാകുമോ എന്ന് ഭയക്കുന്നവർ T20 കളിക്കേണ്ടതില്ല എന്നാണ് രോഹിത് ശർമ്മ മത്സരശേഷം പറഞ്ഞത്. രോഹിത് ശർമ്മ തുടക്കം മുതൽ ആക്രമിക്കുന്ന ബാറ്റ്സ്മാനാണ്. നമുക്കറിയാം, കഴിഞ്ഞ ലോകകപ്പിൽ നമ്മളത് കണ്ടതാണ്. അഫ്ഗാൻ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഗില്ലുമായുള്ള ആശയക്കുഴപ്പത്തെ തുടർന്നാണ് രോഹിത് 0-ആയി മടങ്ങുന്നത്, റൺഔട്ട് ആവുന്നത്. രണ്ടാം മത്സരത്തിൽ വലിയ ഷോട്ടിന് ശ്രമിച്ചപ്പോൾ ടൈമിംഗ് പിഴച്ചു, താരത്തിന്റെ സ്റ്റെമ്പ് തെറിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനെല്ലാമുള്ള മറുപടിയാണ് മൂന്നാം മത്സരത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചത്. 69 പന്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഗംഭീര പ്രകടനം. 11 4-ഉം 8 6-ഉം ഉൾപ്പെടെയായിരുന്നു രോഹിത്